ഒരു മാസത്തിലേറെ നീണ്ട ആവേശ പ്രചാരണത്തിന് അതിലേറെ വലിയ കൊട്ടിക്കലാശം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങുമ്പോൾ മൂന്ന് മുന്നണികളും വലിയ ആവേശത്തിലാണുള്ളത്. മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകരും നേതാക്കന്മാരും നടത്തിയ റോഡ് ഷോ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചിരിക്കുകയാണ്. വിവാദങ്ങൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും ശേഷം തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടി കയറിയപ്പോൾ ജനക്കൂട്ടം അത്യാവേശത്തിലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഈ സനീഷും പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുകയാണ്. ആദ്യം ഈ സനീഷിലേക്ക് പോയാൽ, സനീഷ്, ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊട്ടിക്കലാശത്തിനാണ് താങ്കൾ അടക്കമുള്ളവർ അവിടെ സാക്ഷിയായത്. അതിൻ്റെ ആവേശം വാക്കുകൾക്കും അതീതമായിരുന്നു. നമ്മൾ അത് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പലതും രണ്ട് സ്ഥാനാർത്ഥികൾ ക്രെയിനിന് മുകളിൽ കയറുന്നത് വരെ നമ്മൾ കണ്ടു. അത്തരത്തിൽ വലിയ കൊട്ടിക്കലാശം, അത് വർണ്ണാഭമാക്കാൻ മുന്നണികൾ നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം എടുത്തു പറയേണ്ട ഒന്നാണ്. അതിനെക്കുറിച്ച് സമഗ്രമായി പറഞ്ഞാൽ. ലക്ഷ്മി, കേരള രാഷ്ട്രീയം കണ്ട അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അനേക സവിശേഷതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടേത് എന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തമായുള്ള ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ്. അത് BJPയും കോൺഗ്രസും CPMും LDFും UDFും NDAയും ഒരേ ശക്തിയിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേരളം ഇതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് ഈ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതാണ്. ഈ 2-3 പ്രധാനപ്പെട്ട പാർട്ടി മാറ്റങ്ങൾ കൂടെ ഉണ്ടായതോടെ അനേക സവിശേഷതകൾ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന് ഒരുപാട് തെളിവുകളാവുകയാണ്. അങ്ങനെ അനേക സവിശേഷതകളുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള, പാലക്കാടിനെ സംബന്ധിച്ചും പ്രാധാന്യമുള്ള ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം ആവേശകരമാണോ ആ ആവേശത്തിൻ്റെ മകുടോദാഹരണങ്ങളെല്ലാം സ്ഥാപിച്ചുകൊണ്ടാണ് ഇവിടെ പാലക്കാട്ട് ഈ പ്രചാരണ പരിപാടികളുടെ കൊട്ടിക്കലാശം നടന്നത്. 35 ദിവസം അങ്ങേയറ്റം സങ്കീർണമായതും ആളുകളെ ഞെട്ടിപ്പിക്കുന്നതും ത്രസിപ്പിക്കുന്നതുമായ, പൊതുവിൽ ദേശീയ രാഷ്ട്രീയമാകെ തന്നെയും ശ്രദ്ധിക്കുന്നതായുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്ന പാലക്കാട്ട് ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ആവേശം അപ്പാടെ തന്നെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന അതേ തരത്തിലുള്ള അത്രയ്ക്ക് ശക്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശമാണ് ഇവിടെ നടന്നത്. കൊട്ടിക്കലാശം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പരിപാടി തെരഞ്ഞെടുപ്പിൻ്റെ ശബ്ദപ്രചാരണത്തിൻ്റെ, പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ്. 3 മുന്നണികളും 3 റോഡുകളിലായിട്ട് വന്ന് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സംഗമിക്കുകയായിരുന്നു ചെയ്തത്. കൃത്യമായിട്ട് പോലീസ് ഈ 3 പേരെയും അതാത് റോഡുകളിൽ വെച്ച് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരുന്നു. അതിനിടയിലാണ് ഈ പറയുന്ന പോലീസുകാരും നമ്മളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നത്. 3 ഭാഗത്തേക്ക് നോക്കിയാലും എന്താണ് ഈ നടക്കുന്നത് എന്ന് അമ്പരപ്പിക്കുന്ന, എത്ര ആവേശകരമാണ് ജനാധിപത്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് മത്സരം എന്താ തോന്നലുണ്ടാക്കുന്ന, ആവേശമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടെ C. കൃഷ്ണകുമാർ ഈ വലിയ ഉയരത്തിലേക്ക് നിന്ന് തന്നെ, ക്രെയിനിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യർക്ക് നേരെ, അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അനുയായികൾക്കും വോട്ടർമാർക്ക് നേരെ പൂക്കൾ വാരിയിരുന്നു. അവിടെ എനിക്ക് പിന്നിൽ സരിൻ അതുപോലെ തന്നെ ക്രെയിനിന് മുകളിൽ കയറി ആളുകളെ അഭിസംബോധന ചെയ്തു, അഭിവാദ്യം ചെയ്തു. അപ്പുറത്ത് സരിനും അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ നേതാക്കളും അണികളും അവിടെയും ആവേശകരമായിട്ടുള്ള ദൃശ്യമുണ്ടാക്കി. അതായത് ആരാണ് മത്സരിച്ച് ജയിക്കുക എന്ന് ആദ്യ നിമിഷം മുതൽ നമുക്ക് സംശയമുണ്ടാക്കിയ ഒരു വലിയ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ആരാണ് കൂടുതൽ വലിയ മികച്ച ആളുകൾ എന്ന് സംശയമുണ്ടാക്കുന്ന അത്രക്ക് വലിയ ആവേശകരമായുള്ള കൊട്ടിക്കലാശമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കിപ്പം ലിജോ കൂടെയുണ്ട്. ലിജോ, ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതലേ ഉണ്ടാകും, കുറവുണ്ടാവില്ല? തീർച്ചയായും ഓരോ സ്ഥലത്ത്, ഞാൻ ഈ 3 സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നോക്കി നിൽക്കുകയായിരുന്നു. എത്രത്തോളം ആവേശമാണ്, എത്രത്തോളം ആളുണ്ടെന്ന്. 3 ക്യാമ്പുകളിലും വളരെ വർദ്ധിത വീര്യത്തോടു കൂടി, ആവേശത്തോടു കൂടി ആളുകൾ വരുന്നത് കണ്ടു. അവർ പലതരത്തിൽ അവരെ എങ്ങനെയൊക്കെ എക്സിബിറ്റ് ചെയ്യാമോ അതെല്ലാം അവർ ചെയ്യുന്നത് കണ്ടു. ക്രെയിനിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടു. പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളടക്കം ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നത് കണ്ടു. വളരെ കൃത്യമായി രാഷ്ട്രീയ സന്ദേശം നൽകാൻ ചിലർ ശ്രമിക്കുന്നത് കണ്ടു. പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവരെയും ഒരു ഇടത്ത് തന്നെ നിർത്തിക്കൊണ്ട് UDFിൻ്റെ പ്രചാരണം മുമ്പോട്ട് പോകുന്നത് കണ്ടു. അങ്ങനെ എല്ലാ തരത്തിലും ആവേശവും കളർഫുള്ളുമായ തരത്തിലൊരു സമാപനത്തിലേക്ക്, കൊട്ടിക്കലാശത്തിലേക്ക് എത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ആൾക്കൂട്ടം ഏത് തരത്തിലാണ് ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളത് അതിൽ പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ്. അവിടെയെങ്കിലും നമുക്കൊരു എണ്ണത്തിലെങ്കിലും പറഞ്ഞ് അങ്ങനെയെങ്കിലും നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആവേശമുണ്ടാക്കാൻ 3 മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും വോട്ടിങ്ങിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നതുകൂടിയാണ് ഇനി കാണേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെയാണ് പോളിംഗിൽ പ്രതിഫലിക്കുക, ആളുകൾ എങ്ങനെയാണ്, എന്തൊക്കെ മനസ്സിൽ വെച്ചാണ് വോട്ട് ചെയ്യുക എന്ന് നമുക്കറിയില്ല. രാഷ്ട്രീയം ആ തരത്തിൽ സങ്കീർണമായിട്ടുള്ള ഏർപ്പാടാണ്. നമുക്കറിയാം ആളുകൾ മനസ്സിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഇനിയും തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവരുടെ സങ്കീർണമായിട്ടുള്ള ഈ എന്ത് വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങളൊക്കെ നമുക്കറിയാൻ ഈ ഘട്ടത്തിൽ സാധിക്കുകയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ, 23-ാം തീയതി മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു
കാര്യം ഉറപ്പാണ് ലക്ഷ്മി, അതായത് നമ്മൾ കണ്ടത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ അവസാന മണിക്കൂറുകളിലൊന്നാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. അതിനകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചക്കാരനായിട്ടും ഒരു ദൃശ്യമാധ്യമ റിപ്പോർട്ടറായിട്ട് നിൽക്കുന്നത് ആവേശകരമായിട്ടുള്ള അനുഭവമായിരുന്നു. എനിക്ക് മാത്രമല്ല, ലിജോയ്ക്കും ഹർഷനും പ്രസാദിനും എല്ലാവർക്കും തന്നെ, ഇവിടെ കൂടിയുന്ന ഞങ്ങളുടെ ക്രൂവിനെല്ലാം തന്നെ അങ്ങേയറ്റം ആവേശകരമായ സംഗതിയായിരുന്നു. ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് ഓരോ ഘട്ടത്തിലും ആവർത്തിച്ച് പറയാവുന്ന വിധം അതിമനോഹരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അനുഭൂതി ഉണ്ടാക്കി തന്നു ഈ പ്രചാരണ കൊട്ടിക്കലാശം എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അത്രയധികം ഗംഭീരമായിരുന്നു അത്. ലക്ഷ്മി, അതെ, ജനാധിപത്യത്തിന്റെ പൂരക്കാഴ്ചകളാണ് ഇപ്പോൾ കൊടി ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ കൊടി ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ല. 23-ന് റിസൾട്ട് വരുമ്പോൾ വീണ്ടും ആ കൊടിയേറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കണ്ടിരിക്കുന്നത് പോലെയാണ് ഈ ഒരു മാസത്തിലധികം നീണ്ടു നിന്ന പാലക്കാടത്തെ പ്രചരണത്തെ നമ്മളെല്ലാവരും തന്നെ നോക്കിക്കണ്ടത്. അതിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ചേരിതിരിവുകൾ, രാഷ്ട്രീയ വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, റെയ്ഡ് അടക്കം എല്ലാം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതിൽ മറ്റു പല വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് പ്രേക്ഷകരെ അറിയിച്ച ആൾ കൂടിയാണ് പ്രസാദ്. പി സരിൻ ഇടത് സ്ഥാനാർത്ഥിയാകും എന്ന വലിയ വാർത്ത. അപ്പോൾ ഈ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പ്രചാരണങ്ങൾ ഇവിടെ കൊട്ടിക്കലാശിച്ചിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് എടുത്തു പറയാൻ കഴിയുന്നത്? വളരെ വേഗത്തിൽ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോകാം. ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെയാണ്. കാരണം ഈ ഒരു 35 ദിവസത്തിനകം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 10 സംഭവങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ സരിൻ്റെ കലാപമായിരുന്നു. സരിൻ 15-ാം തീയതി വിജ്ഞാപനം വന്നതിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. 16-ാം തീയതി സരിൻ കലാപക്കൊടി ഉയർത്തി വരുന്നു. 17-ാം തീയതി സരിൻ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു, ഇടത് സ്ഥാനാർത്ഥിയാകുന്നു. ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പാർട്ടി മാറ്റം, അത് സ്ഥാനാർത്ഥിയായി വരുന്നു. അതോടുകൂടി ചിത്രം മാറി മറിയുകയാണ്. പാലക്കാട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്ത് നിന്ന് CPM 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ കോൺഗ്രസിൽ നിന്നും ഒരാളെ കൊണ്ടുവരുന്നു, അവിടെ സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിച്ച ഒരാളെ കൊണ്ടുവരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ CPM വലിയ പ്രചരണത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഓരോ നാളും വിവാദങ്ങൾ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന കത്ത് പുറത്തു വന്നതാണ്. ഈ കത്ത് പുറത്തു വന്നതോടുകൂടി തന്നെ കോൺഗ്രസ് വലിയ തോതിൽ പ്രതിസന്ധിയിലാവുകയും നേതാക്കന്മാരെല്ലാം മറുപടി പറഞ്ഞ് മടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് നവംബർ 5-ന് രാത്രി, ഈ ദിവസം നമ്മൾ മറക്കില്ല, കാരണം അന്ന് രാത്രി ഈ പാലക്കാട് ഉണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വന്ന മുഴുവൻ ആളുകളും ഉറക്കമിളച്ച ഒരു രാത്രിയാണ്. മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും, ഈ ക്യാമ്പിന് വന്ന രാഷ്ട്രീയ പ്രവർത്തകരും ഉറക്കമിളച്ച രാത്രിയാണ്. അന്ന് രാത്രി 11:30 ഇവിടെ ഉണ്ടാകുന്ന കള്ളപ്പണം വന്നു എന്ന് പറഞ്ഞ് പാലക്കാട് KPM ഹോട്ടലിൽ വലിയ റെയ്ഡ് നടക്കുന്നു. അവിടെ ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും മുറിയിൽ പോലീസ് നടത്തിയ പരിശോധന വനിതാ പോലീസില്ല എന്നതിൻ്റെ തടയുകയും വലിയ തർക്കങ്ങളും സംഘർഷവും ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം നിർണായകമായി, അന്ന് ഉച്ചവരെ UDF-ന് മേൽക്കൈ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ CPM കേന്ദ്രങ്ങളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. നീല ട്രോളി ബാഗ് വിവാദം വലിയ ചർച്ചയായി മാറുന്നു. അതിനകത്ത് കള്ളപ്പണമാണെന്നും അതിനകത്ത് വസ്ത്രമാണെന്നും വാദവും പ്രതിവാദവും ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ആ തർക്കങ്ങൾക്ക് മുനയൊടിച്ചുകൊണ്ട് NN കൃഷ്ണദാസ് പെട്ടി വലിച്ചെറിയൂ, ജനകീയ ചർച്ച നടത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. അതോടുകൂടി CPM അല്പം പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് PV അൻവർ പാലക്കാട് നടത്തിയിട്ടുള്ള ഒരു വലിയ ധർണ, ഒരു മാർച്ച് പിന്നീട് ഒന്നുമല്ലാതായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. അതിൽ ഏറ്റവും രസകരമായ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും രസകരമായ ഒരു മുഹൂർത്തം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അതിലൊരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, പിന്നീടുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം സന്ദീപ് വാര്യരുടെ മൗനമാണ്. NDA കൺവെൻഷനിൽ മുൻനിരയിൽ വേദിയിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോകുന്നു. കുറച്ച് ദിവസം മൗനം പാലിക്കുന്നു. ഒടുവിൽ നിർണായക നിമിഷം വളരെ വൈകാരികമായ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് C കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നു. പിന്നീടും സന്ദീപ് വാര്യർക്ക് മൗനമാണ്. സന്ദീപ് വാര്യർ CPM-ലേക്ക് പോകുന്നുവെന്ന ധാരണകളുണ്ടാകുന്നു, ചർച്ചകളുണ്ടാകുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്ന് വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ
ക്ലൈമാക്സ് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും രസകരമായ ഇതിലെ ഏറ്റവും വലിയ ത്രില്ല് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാത്തിരിക്കാം. ഇവിടെ വലിയ തോതിൽ രാഹുലിൻ്റെയും അതോടൊപ്പം തന്നെ സരിൻ്റെയും ശ്രീകൃഷ്ണകുമാറിൻ്റെയും എല്ലാം വലിയ തോതിലുള്ള ഒരു കുറവും പറയാൻ പറ്റാത്ത തരത്തിലുള്ള കൊട്ടിക്കലാശം നടത്തിക്കഴിഞ്ഞു. ഇനി പോളിംഗ് ബൂത്തിലേക്കാണ്. നാളെ നിശബ്ദ പ്രചാരണം പൂർത്തിയാകും. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇവർ അവകാശപ്പെടുന്നത് പോലെ ആർക്ക് ജയം? UDF നിലനിർത്തുമോ? ഷാഫി പറമ്പിലിൻ്റെ വിജയം രാഹുൽ നിലനിർത്താൻ കഴിയുമോ? കഴിഞ്ഞ തവണ വളരെ പേരിന് 3859 വോട്ടിന് നഷ്ടപ്പെട്ട പാലക്കാട് BJP വിജയക്കൊടി പാറിക്കുമോ? 2011 ശേഷം വിജയിക്കാൻ കഴിയാത്ത CPM-ന് സരിനെ ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുമോ? അതെല്ലാം നമുക്കറിയേണ്ടതുണ്ട്. ഇനിയും ഒരു ദിവസം കൂടിയുണ്ട്. ഇന്നും ഒരാൾ കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് വന്നു. ഇനിയും ലിസ്റ്റുകൾ ഒരുപക്ഷെ ഉണ്ടാകാം. നമ്മളും കാത്തിരിക്കുന്നതാണ്, വോട്ടർമാരും കാത്തിരിക്കുന്നതാണ്. പക്ഷേ വിധി 23-ന് അറിയാം.